നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സപ്തഭാഷകളുടെ സംഗമഭൂമി, തെയ്യങ്ങളുടെയും തോറ്റങ്ങളുടെയും നാട്, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംസ്ഥാന ജാഥ സംഘടിപ്പിച്ചാൽ അത് ആരംഭിക്കുന്നത് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ്. പക്ഷേ ആ ഒരു പരിഗണന കഴിഞ്ഞാൽ വികസനങ്ങൾ എത്താത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന ഒരുപോലെ അനുഭവിക്കുന്ന ജില്ലയാണ് ഒരു പരിധിവരെ കാസർഗോഡ്. ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതു മുതൽ കാസർഗോഡിന്റെ ചായ്വ് ഇടത്തോട്ടാണ്. 2019 അതിനൊരു മാറ്റമുണ്ടായത്. കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡുകാരുടെ മനം കവർന്നു. അതിനു മുൻപ് അടുപ്പിച്ച് 8 തെരഞ്ഞെടുപ്പുകളിൽ CPM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച മണ്ഡലം എന്ന റെക്കോർഡും കാസർഗോഡിന് തന്നെ. ഇടതിന്റെ ബേക്കൽ കോട്ട. കാസർഗോഡ് മണ്ഡലം രൂപീകരിക്കപ്പെട്ട 1957 ആദ്യമായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ എന്ന AKG ആണ്. സ്വതന്ത്രനായി മത്സരിച്ച B അച്യുതാഷ്ണോയെ 51.0% വോട്ട് നേടിയാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ AKG തോൽപ്പിച്ചത്. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും AKG തന്നെയായിരുന്നു കാസർഗോഡിന്റെ നായകൻ. ഹാട്രിക് വിജയത്തോടെ AKG യുഗം കാസർഗോഡ് അവസാനിച്ചെങ്കിലും റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു അന്ന് AKG സൃഷ്ടിച്ചത്. 1967 തെരഞ്ഞെടുപ്പിൽ AKG നേടിയത് 2,06,480 വോട്ടുകളാണ്. ഭൂരിപക്ഷം 1,18,510. ഈ 1,00,000 മുകളിൽ വരുന്ന ഭൂരിപക്ഷമാണ് കാസർഗോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. കോട്ടകൾ തകർക്കാൻ പിൽക്കാലത്ത് UDF-നായെങ്കിലും AKG-യുടെ കരുത്തിനെ വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. 1964 പാർട്ടി പിളർന്നെങ്കിലും ഇടതുപക്ഷത്തെ കാസർഗോഡ് കൈവിട്ടിരുന്നില്ല. എന്നാൽ ഈ കോട്ട പൊളിക്കാൻ 1971 കോൺഗ്രസ് ഒരു ചെറുപ്പക്കാരനെ രംഗത്തിറക്കി. കേരള സ്റ്റുഡൻസ് യൂണിയന്റെ അന്നത്തെ വൈസ് പ്രസിഡന്റ്. ഇന്ന് അദ്ദേഹം ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയാണ്. കേരള കോൺഗ്രസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാസർഗോഡ് കൈവിട്ടു പോകില്ലെന്ന ആത്മവിശ്വാസത്തിലൂന്നി CPM പ്രയോഗിച്ച തന്ത്രം അത്തവണ പാളിപ്പോയി. അതുവരെ കണ്ണൂരിന്റെ കപ്പിത്താനായ AKG-യെ അത്തവണ പാലക്കാട് മത്സരിപ്പിച്ചു. കാസർഗോഡാകട്ടെ EK നായനാരും. വടക്കേ മലബാറിന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് നായനാർക്ക് കാസർഗോഡ് അടിപതറി. ഇടതുകോട്ട തകർന്നു. കടന്നപ്പള്ളി 28,404 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ MP ആയി. തൊട്ടടുത്ത വർഷവും കടന്നപ്പള്ളിയെ കാസർഗോട്ടുകാർ വിജയിപ്പിച്ചു. എന്നാൽ കാസർഗോട്ടുകാർക്ക് അങ്ങനെയൊന്നും ഇടതുപക്ഷത്തെ കൈവിടാൻ സാധിച്ചിരുന്നില്ല. 2 തവണ അടുപ്പിച്ച് കടന്നപ്പള്ളിയെ വിജയിപ്പിച്ചവർ 1980 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ M രാമണ്ണറായിയെ ലോക്സഭയിലെത്തിച്ചു. 73,587 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച M രാമണ്ണ ജനതാ പാർട്ടിയുടെ O രാജഗോപാലിനെയായിരുന്നു തോൽപ്പിച്ചത്. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ I രാമറായി 11,369 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ന്റെ ബാലനന്ദനെ തോൽപ്പിച്ചു. പിന്നീട് 1989 മുതൽ 2014 വരെ നടന്ന 8 തെരഞ്ഞെടുപ്പിലും CPM-ന്റെ ചെങ്കൊടി തന്നെ കാസർഗോഡ് വാറി. ഇത്തവണയെങ്കിലും താങ്കളുടെ കോട്ട തിരിച്ചുപിടിക്കാനുള്ള ആവേശത്തിലാണ് ഇടതുപക്ഷം. അതിനുവേണ്ടി CPM രംഗത്തിറക്കിയത് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെയാണ്. സ്ഥാനാർത്ഥി അത്ര പോരെന്നുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ടെങ്കിലും കാസർഗോഡ് പിടിച്ചെടുക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് LDF-നെ. എന്നാൽ കോൺഗ്രസിന് ഇത്തവണ മറ്റൊരു സ്ഥാനാർത്ഥിയെയും പരിഗണിക്കേണ്ടി വന്നില്ല. ഇതിനകം കാസർഗോഡിന്റെ ജനപ്രിയനായി മാറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസിന്. BJP ഇത്തവണ ഇറക്കിയത് സുപരിചിതരല്ലാത്ത സ്ഥാനാർത്ഥിയാണ്. കാസർഗോഡിലെ 6 ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന MLA അശ്വിനി. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിൽ ഊന്നിയുള്ള പ്രചാരണമാണ് നടത്തുന്നത്. കാസർഗോഡ് ഇടതു പിടിക്കുമെന്നും വലത് നിലനിർത്തുമെന്നുമുള്ള പ്രവചനങ്ങൾ ഒരുപോലെ വരുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പ്രവചനത്തിനപ്പുറമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം.